നമ്മൾ കൃഷ്ണകുമാറുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ദേ ഒരു ജില്ലയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കിച്ചു, നമുക്കിതൊരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചാലോ? വേറെ ഒരു പണിയില്ലായിരുന്നു. പണിയില്ല എന്നാരും പറയരുത് ചേച്ചി. അപ്പൊ അതിനെങ്കിലും നമ്മൾ കണ്ട് കൃഷ്ണകുമാർ ഇതായിരുന്നു മെയിൻ. പണി ഇല്ലാതിരുന്നു പറയത്തില്ലല്ലോ, അത് മതി. എപ്പോഴും എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു. എന്തായാലും 4 പേരും അമ്മയെ പോലെ തന്നെ സുന്ദരി കുട്ടികളാണ്. അപ്പൊ അച്ഛൻ എന്തോ കുഴപ്പമുണ്ടെന്നോ തോന്നുന്നു. ഒരാള് ഡിറ്റോ കിച്ചു തന്നെ. ആരാണ് ഇതിൽ കിച്ചുവിനെ പോലെ? അല്ല, അതിന്റെ ഒരു കാര്യമുണ്ട് ചേച്ചി. ഞങ്ങളിങ്ങനെ പണ്ട് കറങ്ങി നടന്നിട്ടുള്ള സമയത്ത് പലരും വിചാരിച്ചിരുന്നത് കൃഷ്ണകുമാറെ സിസ്റ്റർ, അല്ല എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ അല്ലേന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറയും. അത് ആരുടെയും സിസ്റ്റർ? കിച്ചു ഒരു കാര്യം ചെയ്യണം, ഇനി പുറത്ത് പോകുമ്പം സിന്ധുവിനെയും ബാക്കി 3 പേരെയും കൊണ്ടുപോകാതെ മൂത്ത മോളെ മാത്രം കൊണ്ടുപോകണം. അപ്പം എല്ലാവരും ചോദിക്കും